ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു 2 ദിവസമായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇപ്പം എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്കൂളുകൾ ഡെയിലി ഒന്നും സ്കൂളുണ്ടാവില്ല. വലിയ ക്ലാസ്സുകാർക്കൊക്കെ സ്കൂൾ എക്സാം നടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഒന്നും ക്ലാസ് ഇല്ല. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളാണ് പുട്ടൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ചിരട്ടപ്പുട്ട് ആണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ മോളുടെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മോള് വിളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ അവളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ നമുക്ക് മുന്നേ അറിയാം. ചെറുപ്പം മുതലേ അവർ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവരുടെ ഫാമിലിയെക്കുറിച്ചൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് സ്പെഷ്യലായി ഉണ്ടാക്കണം എന്നൊക്കെ എന്നോട് മോള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അപ്പോൾ എന്നോട് ആൻറ്റി നന്നായിട്ടുണ്ട് എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര വിശേഷം പറച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പം ഞാൻ ആ മോളോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ. മോളെങ്ങനെ ഉണ്ട് ക്ലാസ്സിൽ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവൾക്ക് എന്നോടൊരു ദേഷ്യം പോലെ കേട്ടോ. മോളെന്നെ നോക്കിയിട്ട് ഇങ്ങനെ, അതാണ് ആ മുഖത്തുള്ള എക്സ്പ്രഷന്. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവളുടെ വേറൊരു ഫ്രണ്ട്സ് നമ്മളെ റെസിഡൻസിൽ തന്നെയുള്ള കുട്ടി ഫോൺ ചെയ്തു ഇവൾ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ, അപ്പോൾ അങ്ങനെ അവളുടെ അടുത്തേക്കും കൂടെ അവർ പോയി കേട്ടോ. പിന്നെ അതാ പെയിൻറ്റിങ്ങിന് ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മളെല്ലാ സാധനവും എടുത്ത് പുറത്തേക്ക് ഇട്ട് വെച്ച്. ഇതുവരെ പെയിൻറ്റിങ്ങുകാർ വന്നിട്ടുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതാ ഉച്ചയ്ക്ക് ഉള്ള പരിപാടികൾ നോക്കിയായിരുന്നു. രസം വെക്കാമെന്ന് വിചാരിച്ചു. മോൾക്ക് ഇഷ്ടം കേട്ടോ രസം പപ്പടമൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു രസം വെക്കാമെന്ന്. അപ്പോൾ പിന്നെ ഇന്നലത്തെ കുറച്ച് മൂലി എന്ന് പറയുമല്ലോ, റാഡിഷ്, അപ്പോൾ അത് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ രസവും വെക്കാം. പിന്നെ രാവിലത്തെ കുറച്ച് അകടം പകടം കറികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തലേന്നത്തെ കറികളും ഒക്കെ വെച്ചിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കറി കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ എപ്പോഴും ഞാൻ ഡെയിലി ഞങ്ങളടുത്ത് ഉണ്ടാകുന്നൊരു സാധനമാണ് നെല്ലിക്ക ചട്നി കേട്ടോ. അപ്പോൾ അതും കുറച്ച് ഉണ്ടാക്കി കേട്ടോ. കുറച്ച് നെല്ലിക്ക ഉണ്ടായപ്പം അപ്പോൾ അതാകുമ്പം എല്ലാം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അച്ചാറിനേക്കാളും നല്ലതല്ലേ ഇതിങ്ങനെ ഒന്ന് തൊട്ട് കൂട്ടുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നെല്ലിക്കേൻ്റെ ചട്നി ഉണ്ടാക്കും കേട്ടോ. അത് ഡെയിലി ഉണ്ടാക്കുന്നതാണ്. പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉപ്പേരി പാലക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് പാലക്ക് ഞാൻ പിന്നെ മാറ്റി വെച്ചു. കുറച്ച് പാലക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഉപ്പേരിയല്ല, ഒരു താളിപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ. അപ്പം ഇവിടെ എനിക്കൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടം കേട്ടോ. ഇവിടെ പിള്ളേർക്കൊന്നും ചേട്ടനായാലും മോൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പാലക്ക് ഞാൻ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കി ആരും കഴിക്കാത്തതുകൊണ്ട് പാലക്ക് കുറച്ച് മാറ്റി വെച്ച് ഞാൻ. പിന്നെ അത് വെച്ചിട്ട് ഒരു പാലക്കിൻ്റെ പക്കോട ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചേ. പിന്നെ അതാ രാവിലെ ഞാൻ കടലക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ കഴിക്കാതെ കേട്ടോ ഒന്ന് ഓഫീസിൽ പോയത്. അപ്പോൾ അവർക്കുള്ള പിന്നെ കറിയും പുട്ടൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കറി കുറച്ച് കറി ബാക്കി ഉണ്ടാവും ചേട്ടൻ കഴിച്ചാൽ. അപ്പോൾ അതൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അതാ രസം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുക, ഈ പാലക്ക് പിന്നെ കണ്ടപ്പോഴേ അവൾ പറയുന്നുണ്ട് പിന്നെ പക്കോട ഉണ്ടാക്കണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറച്ച് മാറ്റി വെച്ചത് പാലക്ക്. അപ്പോൾ ഇതാ രാവിലത്തെ ബാക്കി കഷ്ണം പുട്ട്. പേട്ടൻ വന്നു കഴിഞ്ഞാൽ പുട്ടും കടലക്കറിയും ഫേവറേറ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വെക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ എന്നും ഉണ്ടാവും കേട്ടോ കുറച്ച് ചോറ്, എങ്ങനെ പോയാലും ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച അത് ആവി കയറ്റി എടുക്കാമെന്ന് കേട്ടോ. പിന്നെ 2 കഷ്ണം തലേന്നത്തെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ എന്താ പറയുക, കുറച്ച് അതിൻ്റെ തലേന്നത്തെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കൂടെ എടുത്തൊന്ന് ആവി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പാകുമ്പോൾ പെട്ടെന്ന് നേരത്തെ ആവി കയറ്റി വെച്ചാൽ അതൊക്കെ തണുത്ത് പോകും കേട്ടോ. അപ്പം ഞാൻ ആ കഴിക്കാൻ നേരത്ത് ആവി കയറ്റി വെക്കാറാണ് സാധാരണ ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ ഈ പാലക്കിൻ്റെ ഉപ്പേരി ആർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് ഉണ്ടായിരുന്നേ. ഞാൻ ഒരു ബീട്രൂട്ട് ചിരവി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരകി അതിലേക്കിട്ടു, പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ കടുക് പൊട്ടിച്ചിട്ട്
നമ്മളെ ഉപ്പേരി ഉണ്ടാക്കുമല്ലോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഒരു ഉപ്പേരി ഞാനവിടെ ഉണ്ടാക്കിയിട്ടോ. പിന്നെ ഉണക്കമീൻ ഇതാ കുറേ ദിവസമായിട്ട് ഉണക്കമീൻ കൊണ്ടുവച്ചിട്ട്, അപ്പോൾ ഇതൊന്നും വലിയ ഇവിടെ സ്രാവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ സ്രാവൊന്നും അങ്ങനെ ഇവിടെ താമസിക്കുന്നവർക്കറിയാം, ഉണക്കമീനൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ കളറിനൊക്കെ ഒരു ഭയങ്കര വ്യത്യാസമൊക്കെ ആയിരിക്കും കേട്ടോ. ഇത് അന്ന് ഞങ്ങൾ പോയ സമയത്ത് മലയാളിക്കടയിൽ നിന്ന് ഫ്രഷ് വന്നതായിരുന്നു, അത് കാരണം ഞാനത് വാങ്ങിച്ചത്. അപ്പോൾ ഞാനതെടുത്തിട്ട് ഉണക്കമീൻ ഇങ്ങനെ എയർ ഫ്രയറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അങ്ങനെ എയർ ഫ്രയറിൽ ഉണക്കമീൻ വറുത്ത് വെച്ചാൽ 2 ദിവസം എന്തായാലും എനിക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പം പൊരിച്ച മീൻ ഏട്ടനും കൊടുക്കുക. മോൾക്ക് വലിയ താല്പര്യമില്ല ആ പൊരിച്ച മീനോട്, ആ മീനോട് വലിയ ഇഷ്ടമില്ലാത്തൊരു മീനാണ് അത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉണക്കമീനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എയർ ഫ്രയർ ഓൺ ചെയ്യാൻ നേരത്തുണ്ട് ഒരു പീ എന്നുള്ള സൗണ്ട് വെക്കണേ. അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയപ്പോൾ ഇൻവേർട്ടറിൻ്റെ അകത്തുനിന്ന് എന്തോ ഒരു ഒച്ച കേട്ടോ. അപ്പോൾ എവിടെയാണ് അത് അമർത്തേണ്ടത് പിടിക്കേണ്ടതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആകെ പേടിച്ചു. പിന്നെ ഞാൻ എവിടേക്കോ കുറേ വട്ടം കണ്ടപ്പോൾ എല്ലാത്തിലും പിടിച്ച് നോക്കിയപ്പോൾ ഏതോ ഒന്ന് അമർത്തിയപ്പോൾ അതാ ലൈറ്റ് കത്തിയിട്ടോ. അപ്പോൾ കറണ്ട് പോയ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ വേഗം വന്ന് അതൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ അപ്പോഴേക്ക് നമ്മളെ ചോറും കറിയും എല്ലാ സംഭവങ്ങളും ആവി കയറ്റുന്നതൊക്കെ റെഡി ആയിട്ടോ. ഇനിയിപ്പം ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി കുഴച്ച് വെച്ചിട്ടല്ലേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാനത് ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിത് ഉണ്ടാക്കുക കേട്ടോ, അത് വിട്ടുപോയി. അപ്പോൾ ഞാനിത് ചീഞ്ചട്ടിയിൽ കടുക് പൊട്ടിച്ചിട്ട് നമ്മളതെല്ലാം ചേർത്ത് കുഴച്ച് വെച്ചതാണല്ലോ ബീട്രൂട്ട്. വെള്ളം ചേർക്കൂല കേട്ടോ, ബീട്രൂട്ടിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു എന്തോ ഒരു പോലെയല്ലേ. അപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെ അടച്ച് വെച്ച് അങ്ങനെ കേട്ടോ ഞാനിങ്ങനെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാറ്. അപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നു, കുറച്ച് തേങ്ങ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങ ഞാൻ ചിരകിയിട്ട് കേട്ടോ. കൂടുതൽ തേങ്ങയിലുള്ള പരിപാടിയൊന്നും ഞാൻ അങ്ങനെ ഇവിടെ ചെയ്യാറില്ല. കാരണം അറിയാമല്ലോ ഇവിടെയൊക്കെ തേങ്ങ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പിശുക്കിയാണ് തേങ്ങയൊക്കെ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ. നാട്ടിൽ പോയാൽ അങ്ങനെയല്ല, നല്ല കുശാലായിട്ടാണ് കേട്ടോ. എല്ലാ കറികളിലും തേങ്ങ വെച്ചിട്ട് ഭയങ്കര ആഡംബരമാണ് നാട്ടിൽ പോയാൽ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ തേങ്ങയിലുള്ള വലിയ ആഡംബരങ്ങളൊന്നും ചെയ്യൂല കേട്ടോ. ഭയങ്കര വിലയുമാണ് തേങ്ങയ്ക്ക്. അപ്പം കുറച്ച് തേങ്ങ എടുത്തിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കിയത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര വിശപ്പായിട്ടോ. രാവിലെ നേരത്തെ പുട്ടായതുകൊണ്ട് എന്തോ അറിയില്ല ഭയങ്കര വിശക്കുന്നേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം തണുപ്പാകുമ്പോൾ ഒരു വിശപ്പാട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഈ വീഡിയോ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിശപ്പ് വന്നപ്പോഴേ ഞാനൊരു പപ്പായ ഉണ്ടായിരുന്നേ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പിന്നെ കഴിക്കാൻ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പായ മുറിച്ചപ്പോൾ നല്ല കറുത്ത കളർ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ എത്ര കൊണ്ട് കുഴിച്ചിട്ടാലും അമ്മ പറയാറുണ്ട് ഒന്നും പിടിക്കില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് പന്നിശല്യം ഭയങ്കരമാണ് കേട്ടോ. എന്ത് വെച്ചാലും അത് പിടിക്കില്ല എന്ന് പറയും. അപ്പോൾ ഞാനൊരു കഷ്ണം പപ്പായ എടുത്തിട്ട് കഴിച്ചിട്ടപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ മൂക്ക് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ തന്നെയാട്ടോ ഈ പപ്പായൊക്കെ കഴിക്കുക. അപ്പോൾ ഞാൻ ഏട്ടനാണ് ഈ പപ്പായ കഴിക്കാറുള്ളൂ സാധാരണ. അപ്പം ഞാൻ ബാക്കിയുള്ള ആ കുരു ഉണ്ടല്ലോ അതെടുത്തിട്ട് വെയിലൊന്നുമില്ല പുറത്ത് ചട്ടീൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാമെന്നൊക്കെ വലിയ വിചാരിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉപ്പേരിയായി കറിയായി പിന്നെ ചൂടാക്കാനുള്ളതൊക്കെ ചൂടാക്കി എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഊണ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മോളാണ് വീഡിയോ എടുത്തത്. അമ്മ എല്ലാം ഇടുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിട്ട് എൻ്റെ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ അതും കൂടെ ഞാൻ ഇതിലിട്ടു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്